ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഡെവിൾ ബിസൈഡിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ജിയാങ്ങും ഫ്രണ്ട്സും സിന്നും യുവാനും എല്ലാവരുമായിട്ട് ഒരു കരോക്കെയൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. കാരണം അവരാണെങ്കിൽ ആ ഒരു ക്രിസ്മസ് ട്രീ മത്സരത്തിൽ തോറ്റുപോയി. എങ്കിലും അവരുടെ കോളേജ് അതിന് നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിൽ അവർ സന്തോഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷം കൊടുക്കേണ്ട ഒന്നല്ലേ എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലൗസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട്. പക്ഷെ അവിടെ അവൻ്റെ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കും, ഈ പെമ്പിള്ളാരൊക്കെ എന്തിൻ്റെ കേടാ, ചുമ്മാ ആവശ്യമില്ലാതെ വേസ്റ്റ് ആയിട്ടുള്ള ഗ്ലൗസൊക്കെയാണ് ഗിഫ്റ്റായിട്ട് തരുന്നത്, അവർക്ക് എന്താ നല്ല ഗിഫ്റ്റൊക്കെ തന്നുകൂടെ എന്നൊക്കെ. അതൊക്കെ കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഞാനും ഇപ്പോൾ ഒരു ഗ്ലൗസ് അല്ലേ കൊണ്ടുവന്നത്, ഇതപ്പോൾ അവന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, മോശപ്പെട്ട ഗിഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ കൊടുക്കാണ്ട് വെക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടി മടുത്തപ്പോൾ അവർ പറയും, എനിക്ക് ബോറടിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാമെന്ന്. അപ്പോൾ ഒരാൾ പറയും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന്. ഓ, ഹൈഡ് ആൻഡ് സീക്ക് എങ്കിൽ നോർമലായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേണ്ട, വേറെ എങ്ങനെയെങ്കിലും കളിക്കാമെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ എന്നെ പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം, ആരാണ് ഏറ്റവും കൂടുതൽ നേരം ഒളിച്ചിരിക്കുന്നത് അവരാണ് നമ്മൾ വിന്നർ, അവർക്കാണെങ്കിൽ ആരെ വേണമെങ്കിലും കിസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനെ അവർ കളിയും തുടങ്ങിയാണ്. എല്ലാവരും സമ്മതിച്ചിട്ട് നമ്മുടെ യുവാനായിരിക്കും കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ ഔട്ടാവുന്നവിടെ ലീഷാങ്ങാണ്, അവളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യുവാനാണെങ്കിൽ കണ്ടുപിടിക്കും. രണ്ടാമത് നമ്മുടെ സിന്നിനെ യുവാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അവളെ കണ്ടുപിടിച്ചത് നമ്മുടെ യുവാനാണെങ്കിൽ അവൾക്കൊരു കിസ് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൾ പറയും, ഇതെന്താ കള്ളക്കളിയാണ്, ഇങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന്. അപ്പോൾ യുവാൻ പറയും, ഞാൻ ഒരുപാട് കാലം കൊണ്ട് തന്നെ നിന്നെ കിസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടിരുന്നു, പക്ഷെ ഓരോ പ്രാവശ്യവും അത് വന്ന് പോയിട്ടേ ഇരുന്ന് എനിക്കിതൊരു അവസരമായിട്ടാണ് തോന്നിയത്, അല്ലാണ്ട് ഞാൻ ഇതിനെ പറ്റിക്കാൻ നോക്കിയതല്ല എന്ന് പറയും. അവളാണെങ്കിൽ ഓക്കെ ആവുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അടുത്ത് കിസ് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേക്കും അതിൻ്റെ ഇടയിലോട്ട് നമ്മുടെ യുവാൻ കൈയും കൊണ്ട് വന്ന് അവരെയും കണ്ടുപിടിക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, ഇതാരടാ ഒരു കിസ് പോലും കൊടുക്കാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവനാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ സിന്നാണ് അവന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്, ഓരോ ആൾക്കാർ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ ലാസ്റ്റായിട്ട് ഒരാളെ മാത്രം കാണുന്നില്ല. അത് ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ യാങ് പിന്നാണെങ്കിൽ ഒളിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഡ്രസ്സിനകത്തൊരു പാമ്പ് കയറിയിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ ശരി, ലാസ്റ്റ് ഫൈനൽ കൗണ്ടാണ്, നമ്മൾ 10 സെക്കൻഡ്സിൽ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാങ് പിന്നാണെങ്കിൽ ഓടി പുറത്ത് വരുന്നുണ്ട്. ഡ്രസ്സിനകത്തൊരു പാമ്പ് കയറിയാണ് അവൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ വിന്നറായിട്ട് നമ്മുടെ യാങ് പിന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നിനക്ക് ആരെയാണ് കിസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും പറയുന്നുണ്ട്. നമ്മുടെ ലേഷാങ് പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റത്തില്ല എന്ന്. അപ്പോൾ യാങ് പിൻ പറയും എനിക്ക് കിസ് വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ശരി, നീ എൻ്റെ ലിപ്സിലൊന്നും കിസ് ചെയ്യണ്ട, എൻ്റെ ചീക്കിൽ കിസ് ചെയ്താൽ മതിയെന്ന്. അവളും ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവളും കിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അവളാണെങ്കിലും കിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ യാങ് പിന്നിൻ്റെ മുഖം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചീക്കിൽ കൊടുക്കേണ്ടത് ലിപ്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര വേൾഡ് റെക്കോർഡ് നേടിയ ഒരു സന്തോഷത്തിൽ തുള്ളുന്നുണ്ട്. നമ്മുടെ യാങ് പിന്നും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ആ സമയം നമ്മുടെ ഇവാനാണെങ്കിൽ ഹീറോയിൻ്റെ ആ ഒരു പൊതിയും കൊണ്ട് വന്നിട്ട് നിൻ്റെതല്ലേ ഇത്, നീ അവിടെ മറന്നു വെച്ചത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അതൊന്നും ഇല്ല, അതെൻ്റെതാന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങാൻ നിൽക്കുമ്പം അവിടെ നമ്മുടെ യുവാനും ഹീറോയിനും കൂടെ വലിച്ചു പിടിക്കുന്നതിനില്ല ആ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞ് തറയിൽ വീഴുന്നുണ്ട്. ആ ഒരു ഗ്ലൗസ് എല്ലാവരും കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവൻ നീ ഇത് നമ്മുടെ ഹീറോയ്ക്ക് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അവനത് എടുക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഹീറോയിൻ ഇതുണ്ടാക്കിയതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും, ഒരു കൈ ഒന്ന് ചെറുതായിരിക്കും ഒന്ന് വലുതും. അപ്പോൾ അവന് ഒന്നേ പാകാവുള്ളൂ. അപ്പോൾ മറ്റേത് ചെറുതായതുകൊണ്ട് ഹീറോ എന്ത് ചെയ്യും, അതെടുത്ത് അവളുടെ കയ്യിലിട്ട് കൊടുത്തിട്ട് മറ്റേ കൈ രണ്ടുപേരും ചേർത്ത് പിടിച്ച് നടന്നു പോകുന്നുണ്ട്. അവനാണെങ്കിൽ നമ്മുടെ അമ്മാമ്മേനെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കും. അമ്മേനെ കണ്ട സന്തോഷത്തിൽ അമ്മാമ്മയാണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് TV കാണുന്നതിൻ്റെ ഇടയിലാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടൊക്കെ പാടുന്ന ഓരോരോ ഓഡിഷൻസും പരിപാടികളും കാണും, സ്റ്റേജ് പെർഫോമൻസ് എല്ലാം. അതിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെയും TV കാണിക്കും. അവരുടെ ആ ഒരു അപ്രോച്ച് എല്ലാം കാണുന്ന അമ്മാമ്മയ്ക്ക് ഇതെന്തോ ശരിയല്ലല്ലോ, ഇത് സിബ്ലിങ്സ് പോലെ അല്ലല്ലോ എന്നുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹീറോ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ പപ്പ കോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്.
പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഹീൽസ് തെറ്റി താഴെ വീഴുന്നുണ്ട്. അവൾക്കാണെങ്കിൽ സ്പെക്സ് ഇല്ലാതെ കണ്ണ് കാണില്ല പോലെ. അവളാണെങ്കിൽ കണ്ണട പോയതിന് ശേഷം തപ്പുന്നുണ്ട്. ആ സമയം ഒരു വണ്ടി ഇടിക്കാനൊക്കെ വരും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് കണ്ടിട്ട് അവൾ ആ ഒരു നടുറോട്ടിൽ നിന്ന് ഇങ്ങ് താഴെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൻ്റെ സ്പെക്സ് നോക്കുമ്പോൾ സ്പെക്സ് പൊട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് നമ്മുടെ ഹീറോ ഒരു സ്പെക്സിൻ്റെ ഷോപ്പിൽ കൊണ്ടുവിടുന്നുണ്ട്. അവളും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകും. അവൾക്കാണെങ്കിൽ അവനെ കണ്ടിട്ടുണ്ടാവില്ല. അവൻ്റെ ഒരു ബട്ടൺ മാത്രമാണ് അവളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോഴേക്കും ഹീറോ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ പപ്പ വിളിച്ചതുകൊണ്ട് ഹീറോ അവിടേക്ക് പോകുമ്പോൾ അവിടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഹീറോയുടെ പപ്പയും അമ്മയൊക്കെ ഭയങ്കര മീറ്റപ്പിലൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട്. അപ്പോഴേക്കും ഹീറോയിനെ കണ്ടില്ലെന്ന് വിചാരിക്കുമ്പോൾ അവൻ കാണുന്നത് ഹീറോയിൻ ഭയങ്കര വൈറ്റ് ഗൗണൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുന്നതാണ്. അത് കണ്ടത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര ഫ്ലാറ്റ് ആവും. ഇതെന്തിനാ നീ ഇട്ടേക്കണെന്ന് ചോദിക്കുമ്പോൾ പപ്പയാണ് പറഞ്ഞതെന്ന് പറയും. എന്നിട്ടാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫാമിലി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവരൊന്നിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹീറോയും എല്ലാം ഇപ്പം നമ്മുടെ ഹീറോയുടെ വീട്ടിലാണ് സ്ഥിരമായിട്ട് താമസമായിട്ടുണ്ട്. 3 പേരും ഒന്നിച്ചാണ് കോളേജിലോട്ട് പോകുന്നത്. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു പുതിയൊരു അഡ്വൈസർ വരുന്നുണ്ട്. ആ ഒരു അഡ്വൈസറിനെ കണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ മുഖം മറിച്ചിരിക്കും. അത് ആ ഒരു പ്രൊഫസറും കാണുന്നുണ്ട്. ഫ്രണ്ട്സും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സാറ് പോകുന്നത് വരെ അവൾ തല പൊക്കാതെ ഒളിച്ച് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്താ കാര്യമെന്ന് സിന്ന് പല പ്രാവശ്യം ചോദിക്കുമെങ്കിലും അപ്പോൾ അവളൊന്നും പറയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഫസർ നമ്മുടെ ഹീറോയിൻ്റെ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ക്രഷാണ്. അതെല്ലാം അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ബ്രേക്ക് ടൈമിൽ. ആ സമയം പ്രൊഫസർ അവിടേക്ക് വന്നിട്ട് നിനക്ക് സുഖമാണോ, നീ എന്നാ എന്നെ കണ്ടിട്ട് ഒളിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും സുഖമാണ് എന്നെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ ഹീറോയും അത് മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അവളുടെ അടുത്ത് ഇങ്ങനെ വന്ന് പ്രൊഫസർ സംസാരിക്കുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പ്രൊഫസർ ആണെങ്കിൽ നോർമലായിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം ഓർത്തിട്ട് തന്നെ അവൾ അവളുടെ വീട്ടിലോട്ടാണ് നടന്നു പോകുന്നത്. ഹീറോയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം അവൾ മറന്നുപോയിട്ടുണ്ടാകും. അവൾ അങ്ങനെ വന്ന് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് അയ്യോ ഞാൻ ഇവിടെയാണോ വന്നതെന്നുള്ള ചിന്ത വരുന്നത്. ഹീറോ അവളെ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നീ അവിടെയാണ് താമസിക്കുന്നതെന്ന് മറന്നു എന്ന് ചോദിക്കും. എന്നിട്ട് നീ എന്തിനാ ആ പ്രൊഫസറിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ക്രഷാണെന്ന് പറയും. അത് കേട്ട് ഹീറോ പിണങ്ങി പോകുമ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനെ പിടിച്ചിട്ട് പറയും ഞാനിപ്പോൾ ഒരാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അത് നിന്നെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. ഹീറോയിൻ്റെ അടുപ്പം നമ്മുടെ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ അവരവരെ കാണാൻ വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു രീതിയിലും സമ്മതിക്കുന്നുണ്ടാവില്ല. ആക്ച്വലി അമ്മാമ്മ കണ്ടുപിടിച്ച പെൺകുട്ടി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഒരു കണ്ണ് കാണാത്ത കുട്ടിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ലേ കനഡ പോയപ്പോൾ, ആ ഒരു പെൺകുട്ടിയാണ്. ഹീറോയുടെ വീടിനെ സംബന്ധിച്ച് അമ്മാമ്മയ്ക്ക് ഭയങ്കര വലിയ റോളാണുള്ളത്. അമ്മാമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ നടക്കും. മറ്റാരെക്കാളും അമ്മാമ്മയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ നിവൃത്തി ഉണ്ടാവത്തില്ല. ആ ഹീറോ സഹായിച്ച ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ കോളേജിൽ തന്നെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. അവളുടെ പേരാണ് മേഡി. അവളാണെങ്കിൽ നമ്മുടെ ഹീറോ അന്വേഷിച്ച് ആ ഒരു കോളേജിൽ വന്ന് ഹീറോയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് പെടുന്നുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര പ്ലേ ബോയ് പോലെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ നോക്കും. ആ സമയം അവൾ പറയും എനിക്ക് ജിയാങ്ങിനെയാണ് കാണണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. അവൾ ഭയങ്കര പേടിച്ച് വിറച്ച് നിൽക്കുകയായിരിക്കും. ഹീറോയെ കണ്ടതും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. പിന്നെ പേടിച്ചിരുന്നത് കൊണ്ടാവും അവളോട് ബോധം കെട്ട് വീഴുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനും എല്ലാവരും കൂടെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് അവളുടെ റൂമിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് എന്തിനായിരിക്കും ഈ പെൺകുട്ടി നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്നെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഡിക്ക് ബോധം വരുന്നുണ്ട്. ആ സമയം അവൾ പറയും എനിക്കൊരാളെ ഇഷ്ടമാണ്, അപ്പം അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്ത് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും എങ്കിൽ പിന്നെ നോക്കി ഇപ്പോൾ ഇവിടുത്തെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയും. പക്ഷേ മേഡി പറയുന്നുണ്ട് അങ്ങനെ പറ്റത്തില്ല, ഇപ്പോൾ കല്യാണം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ തിരിച്ച് ജപ്പാനിലോട്ട് എൻ്റെ പപ്പ പറഞ്ഞു വിടുന്നുണ്ട്, എനിക്കത് പറ്റത്തില്ല, എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടമല്ലാന്ന്. അത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മേഡിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് അടുത്ത് പോയിട്ട് നീ എന്തിനാ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യില്ല എന്ന് ജിയാങ് പറഞ്ഞു എന്ന്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു ജിയാങ് അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, അവൻ സംസാരിക്കുമ്പോൾ കുറച്ച് വേദനിക്കുന്നേ ഉള്ളൂ, പക്ഷെ അവൻ നല്ലവനാണെന്ന്. അത് കേൾക്കുന്ന മേഡിയാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരു മിഠായി എടുത്തു കൊടുക്കും. ശരിക്കും മേഡിക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, ആരെങ്കിലും പുതിയതായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത്. അവളാണെങ്കിൽ അത് വാങ്ങിച്ച് സന്തോഷത്തോടെ വാങ്ങും. അപ്പോൾ മേഡി പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ കൂടെയും ജിയാങ്ങിൻ്റെ കൂടെയും
ഫ്രണ്ട്സ് ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലല്ലേ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളത്. അങ്ങനെ അടുത്ത ദിവസമാണെങ്കിൽ ഇവരുടെ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് ഒരു ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി ബാസ്കറ്റ്ബോൾ ടീമിലുള്ള എല്ലാവരും പിന്നെ മാനേജേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ലീഷാങ്ങും ഹീറോയിനും കൂടെ ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ അവർക്കൊരു അസിസ്റ്റൻ്റ് ഹെൽപ്പായിട്ട് നമ്മുടെ മേഡിയെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കും. ഇതൊക്കെ കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പോരാത്തതിന് അവരുടെ കോച്ചായിട്ട് വരുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ക്രഷായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രൊഫസറും കൂടെ ആയിരിക്കും. അതുകൂടെ കണ്ടപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യവും. അപ്പോൾ ഹീറോ പറയുന്നു, നിങ്ങളൊക്കെ ബസ്സിൽ പൊക്കോ, ഞാനാണെങ്കിൽ ബൈക്കിൽ വന്നോളാം എന്ന് പറയും. എന്നിട്ട് അവന് വേറെ ഓപ്ഷനൊന്നുമില്ല. ഹീറോയിൻ്റെ അടുത്ത് ഈ മേഡിയെ ഇവിടെ നിന്ന് മാറ്റാൻ ജിയാങ്ങിൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിലും അവന് പറയാൻ പറ്റത്തില്ലാത്തതുള്ളത് കൊണ്ട് തന്നെ അവൻ ബൈക്കും എടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവർ ബസ്സിൽ അങ്ങ് എത്തുമ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. മേഡിയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് അടുക്കാൻ ഒരുപാട് ശ്രമിക്കുമെങ്കിലും അവൻ അവളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ലീഷാങ്ങിനാണെങ്കിൽ മേഡിയെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല. ആ ഒരു ട്രെയിനിങ്ങിനാണെങ്കിൽ ഒരു ഫോറസ്റ്റിലാണ് വന്നിട്ടുണ്ടാവുക. ആ സമയം പ്രൊഫസർ അവർക്കുള്ള ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഒരാളുടെ കയ്യിരിക്കുന്ന ബോൾ മറ്റേ ആൾ തട്ടിപ്പറിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ട്രെയിനിങ് നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവസാനം നമ്മുടെ ഹീറോ ഇവാൻ്റെ കയ്യിൽ നിന്ന് ബോൾ വാങ്ങേണ്ട ആ ഒരു ഇത് വരുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് ഇവാൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമില്ല, എനിക്ക് പ്രൊഫസർ നിങ്ങളുടെ കൂടെയാണ് കളിക്കാൻ താല്പര്യമെന്ന്. പ്രൊഫസർ ആണെങ്കിൽ ആദ്യം എതിർക്കുമെങ്കിലും പിന്നെ അവൻ സമ്മതിക്കാതെ കഷ്ടപ്പെടുത്തുമ്പോൾ പ്രൊഫസർ അവസാനം ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബോൾ തട്ടിപ്പറിക്കാൻ നോക്കുമെങ്കിലും ഹീറോ നന്നായി തന്നെ കളിക്കും. പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഹീറോയുടെ കയ്യിൽ നിന്ന് എങ്ങനെ അവൻ ബോൾ വാങ്ങിച്ചു എന്ന് ഹീറോയ്ക്ക് തന്നെ മനസ്സിലാവത്തില്ല. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ബാക്കിയുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ മേഡിയുടെ അടുത്ത് ഒരാളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ, അത് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ക്രിട്ടിക്കലായിരുന്ന സിറ്റുവേഷനിൽ അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തു, പിന്നെ എൻ്റെ ഗ്ലാസ് പോയതുകൊണ്ട് തന്നെ എന്നെ ഒരു കടയിൽ കൊണ്ട് വിട്ടെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊരു ലവ് അല്ലല്ലോ, ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ക്രഷ് മാത്രമല്ലേ, ഇതിനെയാണ് ഇവിടെ ലവ് ആയിട്ട് വിചാരിച്ചതെന്ന് അവളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൾ പുറത്തും അറിയത്തില്ല. ആ സമയം അവിടേക്ക് ലീഷാങ് വന്നിട്ട് ഇത് ലവ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു ക്രഷ് മാത്രമാണ്. അവൾ പറയുന്നല്ലേ നമ്മുടെ ഹീറോയിന് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവൾക്ക് ആദ്യം ക്രഷ് നമ്മുടെ യുവാൻ്റെ അടുത്തായിരുന്നില്ലേ, ഇപ്പോഴല്ലേ ഹീറോയുടെ അടുത്തായിട്ടുള്ള സ്നേഹമായിട്ട് മാറിയത്. പക്ഷെ മേഡിക്കാണെങ്കിൽ ഇവർ പറയുന്നൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. അവളെ സംബന്ധിച്ച് ആ ഒരു പയ്യനെ അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നാണ് അവൾ കരുതിയിരിക്കുന്നത് തന്നെ. പ്രൊഫസറാണെങ്കിൽ ഹീറോയിനും ഫ്രണ്ട്സിനും ഓടാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഓടുന്നുണ്ട്. എന്നാൽ കുറേ ദൂരം എത്തുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കാലൊക്കെ വേദനിച്ചിട്ട് അവിടെ തളർന്ന് നിൽക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോയും യുവാനും മാത്രമായിരിക്കും ഓടാനുണ്ടാവുക. ആദ്യം ഓടി എത്തുന്ന ആൾക്കാണ് ഹീറോയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ യുവാനെ പിടിച്ച് തള്ളുന്നുണ്ട്. അവനും വന്ന് വീഴും. ഇത് പക്ഷെ കോച്ച് കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ ഓടി ഫിനിഷ് പോയിന്റിൽ എത്തുമ്പോൾ കോച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തായി ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ യുവാനും വന്നിട്ട് പറയും അവൻ മനഃപൂർവ്വം എന്നെ തള്ളിയിടത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും മേഡിയും നമ്മുടെ ലീഷാങ്ങും കൂടെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരിക്കും. ഒരു സാധനം എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മേഡിയുടെ കാല് തട്ടി ഒരുപാട് തിങ്സ് താഴെ വീഴും. അത് കണ്ട് നമ്മുടെ ലീഷാങ്ങിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ മേഡിയെ വഴക്ക് പറയാൻ തുടങ്ങും. നിൻ്റെ ഒരു സൈഡ് ഫീലിങ്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു, നിൻ്റെ ഒരു സൈഡിലുള്ള ഫീലിങ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിങ്ങിന് തന്നെ വന്ന് ഇങ്ങനെയൊക്കെ നശിപ്പിക്കുന്നു, നിൻ്റെ ഒരു സൈഡിലുള്ള ഫീലിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ജിയാങ്ങിനെ ഇങ്ങനെയൊക്കെ നീ വേദനിപ്പിക്കുന്നു, അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഇതെല്ലാം നിൻ്റെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ലീഷാങ് ഒരുപാട് വഴക്ക് പറയും. അപ്പോൾ മേഡിയാണെങ്കിലും അവൾക്കൊരു ചോക്ലേറ്റ് എടുത്ത് നീട്ടും. അപ്പോൾ നമ്മുടെ ലീഷാങ് ആണെങ്കിലും ഞാൻ ചോക്ലേറ്റ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതും വാങ്ങത്തില്ല. നമ്മുടെ മേഡിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ശരി, ഞാൻ ഫ്രൂട്ട്സ് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഡിയാണെങ്കിൽ അവിടെ നിന്ന് അതും എടുത്തുകൊണ്ട് പോകും. ഹീറോയിനാണെങ്കിൽ നമ്മുടെ ലീഷാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അവൾക്ക് വിഷമമായില്ലേന്ന്. അപ്പോൾ ലീഷാങ് പറയും, നീ എന്തിനാണ് അവളെ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ഇടയിലേക്ക് അവളെ എന്തിനാണ് കൊണ്ടുവരുന്നത്, ഇവൾ ജിയാങ്ങുമായിട്ട് അടുക്കാനാണ് നോക്കുന്നതെന്ന്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൾ പാവമാണെന്നും പറഞ്ഞുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് പോകും. നമ്മുടെ ലീഷാങ്ങിനെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ മേഡിയാണെങ്കിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഹീറോയ്ക്കും എന്നെ ഇഷ്ടമല്ല, ലീഷാങ്ങിനും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ സമയം അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് ഇവളെന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നത്, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്. അവൾ ഞെട്ടി ആ വെള്ളത്തിനകത്തോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിലും വലിയ വിധം അവളെ കരയിലോട്ട് കയറ്റിക്കൊണ്ടുവരും. പക്ഷെ അവൾ കോണ്ടാർ ലെങ്സ് അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വെള്ളത്തിൽ പോയിട്ടുണ്ടായിരിക്കും. ഹീറോ ആണെങ്കിൽ നോക്കാനൊക്കെ പോവും. അപ്പോൾ അവളാണെങ്കിൽ ഇദ്ദേഹത്തൊക്കെ നല്ലപോലെ തണുത്ത് വിറയ്ക്കുന്നത് കൊണ്ട് ഹീറോ ആണെങ്കിൽ അവൻ്റെ ജാക്കറ്റ് ഊരി കൊടുക്കുന്നുണ്ട്.
അവളാണെങ്കിൽ ഒരു ജാക്കറ്റ് ഇട്ടും കൊണ്ട് നിൽക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്നിട്ട് ആ സമയത്ത് പുറത്തുള്ള ആ വെള്ളത്തിൻ്റെ ഇടയിൽ അവളുടെ കോണ്ടാക്ട് ലെൻസ് നോക്കാൻ പോകും. ആ സമയം അവളിങ്ങനെ കൈ ഓടിക്കുമ്പോൾ ജാക്കറ്റിനകത്ത് ഒരു ബട്ടൺ ഉണ്ടാവത്തില്ല. എന്നിട്ട് അവൾ പൊങ്ങി നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ലെൻസ് നോക്കുന്നത് കാണുമ്പോൾ അവൾക്ക് അന്ന് കണ്ട ആ ഒരു പയ്യൻ്റെ നിഴൽ പോലെ തന്നെ തോന്നുന്നു. അവസാനം അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവസാനം നിന്നെ കണ്ടുപിടിച്ചു, നീയാണല്ലേ അതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. അവൾ അവിടെ നിന്ന് പോകും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ തള്ളി മാറ്റിയിട്ട് നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കും. നീയല്ലേ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കും. പക്ഷേ ഹീറോ ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രൊഫസറാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള പേരിൽ കുറേ വന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. അവിടേക്കാണ് നമ്മുടെ ഹീറോ വരുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ യാങ് പിൻ ആണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിരിക്കും. അപ്പോൾ ലേശാങ് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇവിടെയുള്ള പെൺപിള്ളേർക്കെല്ലാം മോശപ്പെട്ട സ്വഭാവമുള്ള ആൺകുട്ടികളാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മോശപ്പെട്ട ആളാവാനായി തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലേശാങ് ആണെങ്കിൽ മനസ്സിലായിരിക്കും അഭിനയിക്കുന്നതെങ്കിലും ഒന്ന് നേരെ ചെയ്തുകൂടെ എന്ന്. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ മെൻ്റർ ഷോ കാണുന്നത്. അത് കണ്ടത് നമ്മുടെ യാങ് പിൻ ആണെങ്കിൽ നീ നോക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ചോ നിന്റെ ഇഷ്ടം നടക്കുമെന്ന് പറയും. അപ്പം നമ്മുടെ ലേശാങ്ങും പറയും ഇതൊക്കെ ചൈൽഡിഷാണ്, ഇതൊക്കെ ചുമ്മാ ആണെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേശാൻ ചോദിക്കും നീ എന്താ പ്രാർത്ഥിച്ചതെന്ന്. അവനാണെങ്കിൽ പറയാൻ വരും. അപ്പോൾ അവളാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ മെൻ്റർ ഷോൻ്റെ കാര്യം നമ്മുടെ ഹീറോയുടെ അടുത്ത് ഹീറോയിൻ പറയാൻ വരുമ്പോൾ അവനങ്ങനെ ദേഷ്യത്തിൽ നോക്കണം കണ്ടിട്ട് അവളാണെങ്കിൽ മിണ്ടാതെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ ബസ്സിൽ തിരിച്ചു വരുന്ന സമയം നമ്മൾ ലേശാങ്ങാണെങ്കിൽ യാങ് പിൻ്റെ കയ്യിലോട്ട് കൈവയ്ക്കുന്നുണ്ട്, അതും ചിരിച്ചും കൊണ്ട്. യാങ് പിന്നാണെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷം. മെൻ്റർ ഷോൻ പ്രാർത്ഥിച്ചത് ശരിയായിട്ട് നടന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ബൈക്കിനെ കൊണ്ട് ബസ്സിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലോട്ടല്ലേ പോണത്, രണ്ട് ബസ്സിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഒന്നിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ബൈക്കിലാവും പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ പ്രൊഫസറിനെ ഒരു പെൺകുട്ടിയും കാണിക്കുന്നുണ്ട്. ഇത് പ്രൊഫസറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവളാണെങ്കിൽ ഇവൻ്റെ കൂടെ അബ്രോഡ് പഠിച്ച സമയത്ത് നിന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആയതാണ്. ഇവളുടെ അടുത്ത് നമ്മുടെ പ്രൊഫസറിൻ്റെ ക്രഷിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രൊഫസറിന് നമ്മുടെ ഹീറോയിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ കുഞ്ഞായതുകൊണ്ട് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ അവളുടെ എല്ലാ കാര്യങ്ങളും ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇവൾക്കാണെങ്കിൽ നമ്മുടെ പ്രൊഫസറിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വരുന്നുണ്ട്. അമ്മേനെ പ്രൊഫസറിനെ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ പ്രൊഫസറാണെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് നീ എന്നോട് എന്താ ഈ കാര്യം പറയാത്തതെന്ന് ചോദിക്കും. എന്ത് കാര്യം എന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർ ഇവിടെ വന്ന കാര്യം. നമ്മുടെ ഹീറോ ആണെങ്കിൽ അടുത്തുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയും അതിനെന്താ കുഴപ്പം, അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നിനക്കറിയാമോ ജിയാൻ അവൾക്ക് അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയും അങ്ങനെയൊന്നുമില്ല അമ്മയെ ചുമ്മാ പറയുന്നതാണ്. ചുമ്മായോ, എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അകത്ത് ഒരു ഡയറി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഡയറി എടുത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കുന്ന കാണുന്ന ഹീറോയിൻ അതിനെ അങ്ങ് തരാൻ പറഞ്ഞ് വാങ്ങിക്കാൻ നിൽക്കും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ഡയറിനെ തട്ടിപ്പറിച്ചുകൊണ്ട് റൂമിൽ പോകും. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ഡയറിലുള്ള എല്ലാം വായിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഹീറോയിനാണെങ്കിൽ അറിയാം ഹീറോ എന്തായാലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവളുടെ കുറേ ഫണ്ണി ഫോട്ടോസൊക്കെ എടുത്ത് ഹീറോയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആണെങ്കിലും അത് കണ്ട് ചിരിച്ച് സന്തോഷമാവുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.